ആലത്തൂരിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. ആലത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാമത് ചരമദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഹാരിസ് അധ്യക്ഷനായി. ഗാന്ധി ദർശൻ സംസ്ഥാന സെക്രട്ടറി ബൈജു വടക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഓരോ വാർഡിലും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാരുണ്യം എത്തിയിട്ടുണ്ടെന്ന് കേരളത്തിലൊട്ടാകെ. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും MLA ആയിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും സാധാരണക്കാരുടെ ഫയലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ട് 3 വർഷം കഴിഞ്ഞിട്ട് പോലും ഭൗതിക ശരീരമേ നമ്മളോട് വിട്ടുപോയിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴും ഒരു വീൽ ചെയർ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെ ചികിത്സാ സഹായമാണെങ്കിൽ പോലും സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള കോൺഗ്രസിൻ്റെയും പോഷക സംഘടനയുടെയും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെയും അതിലുള്ള സംഘടനകൾ ഇന്നും അങ്ങോട്ടും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു മഹത്തായ കാര്യമാണ്. ഉമ്മൻചാണ്ടി സാർ നമ്മളോട് വേർപെട്ട് പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യം അദ്ദേഹം പൂർണ്ണ നിലനിൽക്കുന്നതിൻ്റെ ഉദാഹരണമാണത്. ഇപ്പോൾ നമുക്കറിയാം, ലോകത്ത് ഇതുപോലൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. കാര്യം 24 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ ഓഫീസ് തുറന്നിട്ടുകൊണ്ട് സാധാരണക്കാർക്ക് എപ്പോഴും പ്രവേശിച്ച ആവശ്യങ്ങൾ നിറവേറ്റാവുന്നൊരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അതുപോലെ തന്നെ ജനസമ്പർക്ക പരിപാടി നമുക്കറിയാം, രാവിലെ 10 മണിക്ക് ജനസമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഓരോ ആളുകളെയും കണ്ട് പുലർച്ചെ 3 മണിയും 4 മണിയും 5 മണി വരെയും അവസാനത്തെ ആളെയും കണ്ട് വെറും ചൂടുവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് സാധാരണക്കാരെ കണ്ട് ഊണുമുറക്കം ഉപേക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒരുപക്ഷെ കേരളത്തിൽ നിന്നല്ല ലോകം തന്നെ കണ്ടിട്ടുണ്ടാവില്ല എന്നതിൽ തർക്കമില്ല. നേതാക്കളായ വി കനകാംബരൻ, ഷാഹിദ് ആലത്തൂർ, അഡ്വക്കേറ്റ് ഷൺമുഖാനന്ദൻ, അശോകൻ, സഹാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.